അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ട്രാവൽ ബ്ലോഗ് ആണോ? ട്രാവൽ ബ്ലോഗ് അല്ല, നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അല്ലേ. അതെ, ഞങ്ങള് ആസാം വരെ പോവാണ്. അപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി പോവാണ്, ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം അല്ലേ. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ അതിന്റെ ഇടയിൽ കാണുമായിരിക്കും. അങ്ങനെയാണ് ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പ് ഒരു ആസാം വ്ലോഗ് ഇട്ടുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആസാം വ്ലോഗ് ഇട്ടുണ്ടായിരുന്നു. 2 വീഡിയോ. അന്ന് കുറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇതൊരു മെയിൻ ആയിട്ടും ട്രാവൽ ബ്ലോഗ് അല്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി നികേഷേട്ടൻ പോണാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കും. ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്ലോഗ് എങ്ങനെയാ ഇടാറുള്ളതും വരാറുള്ളതും ഒക്കെ. അപ്പോ നമ്മൾ അതിന്റെ ഇടയിലുള്ള വിശേഷങ്ങള്, നമ്മൾ ഇവിടുന്ന് ആസാമിൽ പോണതും ആസാമിൽ നിന്ന് വരുന്ന വരെയുള്ള വിശേഷങ്ങളായിരിക്കും വീഡിയോയിൽ ഉണ്ടാവുക. നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ കൂടുക. എല്ലാവർക്കും സുഖല്ലേ? മഴയൊക്കെ അപ്പോ വെൽക്കം ടു സോനു നികേഷ് വ്ലോഗ്. നമ്മുടെ യാത്രയില് എല്ലാവരും ജോയിൻ ചെയ്യാം. അതെ, ഞങ്ങളിവിടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഊബർ വിളിക്കണം, അങ്ങനെ എയർപോർട്ടിലേക്ക് പോകണല്ലേ. അപ്പോ നമ്മൾ യാത്ര തുടങ്ങുക കേട്ടോ. നിങ്ങൾ കൂടെ കൂടുക, നമുക്ക് വിശേഷങ്ങളൊക്കെ ഒരുമിച്ച് പങ്കുവെക്കാം. ഞങ്ങളങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഡൊമസ്റ്റിക്, നമ്മൾ ഏത് വഴിയാ? ചെന്നൈ വഴിയല്ലേ സോനു? ചെന്നൈ വഴിയാ. കൊച്ചി ചെന്നൈ ഗുവാഹട്ടി. അതെ. അപ്പോൾ നമ്മൾ കുറച്ച് സമയമുണ്ട്. നമ്മൾ ലേശം നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല, താമസിച്ചില്ല. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇതിൽ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ എന്നാൽ നമുക്ക് ഇതൊക്കെ കൊണ്ട് കൊടുക്കാം ആദ്യമേ ചെക്കിങ്ങില്ല. എന്നിട്ട് നമ്മൾ ഫ്രീ ആവില്ല, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അതെ, അപ്പോൾ നമുക്ക് പയ്യെ ഉള്ളിലോട്ട് കയറാം. ഞങ്ങളങ്ങനെ ഇതൊക്കെ എടുത്ത് കയറിയിട്ട് ഇനി നമ്മുടെ ചെക്കിൻ ബാഗേജ് ഒക്കെ അവിടെ കൊടുക്കാനുണ്ട്. എന്നിട്ട് അങ്ങോട്ട് പോകണല്ലേ. അതെ, ഉള്ളിലേക്ക് നമ്മൾ കയറി എയർപോർട്ടിൽ. ഇനി നമ്മൾ ചെക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ സമയമുണ്ട്. കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ കയറാം. അതെ, നമ്മൾ ഇൻഡിഗോയ്ക്കാണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകണ്ട. ചെക്കിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കോർട്ടിലേക്ക് മുകളിലുണ്ട്, അങ്ങോട്ട് പോവാണ് അല്ലേ. അതെ, ഫുഡ് കോർട്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുകയാണ് എന്തൊക്കെയാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചാടി പിടിച്ച ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചു കൊള്ളില്ലായിരുന്നു. നോക്കിയിട്ടൊക്കെ കഴിക്കാം. ചെന്നാ ഫസ്റ്റ് തന്നെ KFC ആണ്. അത് വേണ്ട, വേറെ നോക്കാം. ഞങ്ങളുടെ ഫുഡ് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ കഴിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നാലും നീ എല്ലൊക്കെ പോകണ്ടല്ലേ, അതുകൊണ്ട് എപ്പോഴാണ് അടുത്ത കഴിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ലഘുവായിട്ട്. അതെ, ലഘുവായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. യാത്ര ചെയ്യണതല്ലേ. അപ്പം ഞാനൊരു ഗീ റോസ്റ്റും സോനു ഇഡ്ഡലി. വേറെ ഒന്നും അങ്ങനെ അധികം കഴിക്കാൻ വിശപ്പില്ല, അതുകൊണ്ട് ലൈറ്റായിട്ട് മതി. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ കഥകളിയുടെയും കേരളത്തിലെ ഓരോ കലാരൂപങ്ങളുടെ ഒക്കെ ഇത് കണ്ടു. അപ്പം ചുമ്മാ അത് കണ്ടപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ എടുത്താ. അതെ, കുറേ കലാരൂപങ്ങള്, കഥകളിയും മോഹിനിയാട്ടത്തിൻ്റെയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് വീഡിയോ ഫോട്ടോ എടുത്താ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കും കേട്ടോ. നമുക്ക് ഗേറ്റ് 6 വെയിറ്റ് ചെയ്യേണ്ടത്. ഇനിയും എത്ര 40 മിനിറ്റ് ഉണ്ടല്ലേ ബോർഡിംഗ് ടൈമിലേക്ക് 40 മിനിറ്റ് ഉണ്ട് ഇനി. പിന്നെ ഫ്ലൈറ്റ് പോവാൻ പിന്നെയും സമയമുണ്ട് കുറേ. അപ്പം ഇനി കുറച്ച് നേരം നമ്മളിങ്ങനെ പോസ്റ്റായി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക രണ്ടാളും. അതെ, ബാഗത്തെ വിശേഷം അപ്പം കാണാം. ഇനി നമുക്ക് ഇടയിൽ ചെന്നൈയിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഫ്ലൈറ്റിൽ തന്നെയാണ് നമുക്കിപ്പോൾ ഇറങ്ങണ്ട, ഇറങ്ങി കയറണ്ട. അപ്പം അത് ഗുണമായി.
ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ ഇറങ്ങി കയറേണ്ടി വരുമോ എന്നൊക്കെ കരുതിയായിരുന്നു. ഇറങ്ങി കയറണ്ട, സുഖമായി. അപ്പോൾ ഡയറക്റ്റ് ഇനി ഗുവാഹട്ടിയിൽ ഇറങ്ങിയാൽ മതി. അതെ, ആസാം ഗുവാഹട്ടിയിൽ നമ്മൾ 6:45 ആകുമ്പോഴാവും എത്തുക, രാത്രിയാവും എത്തുമ്പോൾ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടോ. അതെ, ഫ്ലൈറ്റിനകത്ത് കയറി. തിരക്കുണ്ട്, ഫുള്ളാന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നല്ല രീതിയിലായി. ഇനി നമുക്ക് ചെന്നൈയിലേക്കാണ്. എമർജൻസി എക്സിറ്റിന്റെ അവിടെയാണ് നമുക്ക് സീറ്റ് എന്നുള്ള. ആദ്യം ബുക്ക് ചെയ്ത സീറ്റ് മാറിയില്ല ഇവിടെ എത്തിയിട്ട്. ഫസ്റ്റ് നമ്മൾ വേറെ സീറ്റ് ബുക്ക് ചെയ്ത്, പിന്നെ എമർജൻസി എക്സിറ്റിന്റെ അവിടെ അവര് കിട്ടിയിട്ടുണ്ട്. അത് നല്ലതെന്ന് തോന്നുന്നു, കാരണം കുറച്ച് സീറ്റ്സ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം ചെന്നൈക്കാണ് ഇവിടുന്ന്. ചെന്നൈക്ക് എത്ര സമയം എടുക്കുക? അത് വലിയ 1 hour. പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെ, എന്തോ ഭാഗ്യം മാറി കയറണ്ട. അതാ ഈ മാറി കയറുമ്പോൾ അതൊന്നും ചെക്ക് ചെയ്ത് എന്തോ ബുദ്ധിമുട്ടല്ലേ. അതെ, അങ്ങനെ നമ്മൾ ഒരു 7 മണിയോടെ അടുത്ത സമയത്ത് നമ്മൾ അവിടെ ഗുവാഹട്ടി എയർപോർട്ടിൽ. ഇവിടെ ഓർഡർ ചെയ്തിരുന്നു ഒരു സാൻഡ്വിച്ച് കഴിച്ചു. ഞങ്ങൾ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. ചെന്നൈ എയർപോർട്ട്. അതെ, ചെന്നൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ചെന്നൈയിൽ നിന്ന് ഗുവാഹട്ടിക്കുള്ള ആൾക്കാർ ഇപ്പോൾ കയറി വരും. അവർ വന്നതിന് ശേഷം ഫ്ലൈറ്റ് ഒരു 40-45 മിനിറ്റിലും എടുക്കുമായിരിക്കും. അങ്ങനെ ടൈം കണ്ടേക്കുന്നത് 40 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. 40 മിനിറ്റ്സ് നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരു പറഞ്ഞ പോലെ 6:45 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഗുവാഹട്ടിയിലെത്തും. 3.5 മണിക്കൂർ ഏകദേശം അല്ലേ? കുറേ സമയം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് എത്താൻ കുറേ ടൈം ഫ്ലൈറ്റ്. അതെ, ഏകദേശം ദുബായിലൊക്കെ പോണ ടൈം തന്നെയാണ് അങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടല്ലേ, അവിടെ എത്തി നമ്മൾ ഗുവാഹട്ടിയിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന്. അവിടെ നമ്മൾ സമ്മർ 88 എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് റൂം എടുത്തുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ടൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ട് ഫുഡ് കിട്ടിയായിരുന്നു. ഒരു എന്താ സാൻഡ്വിച്ചാ, ചിക്കൻ്റെ അത് കിട്ടിയിരുന്നു. ഇനി ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ളതിന് കിട്ടുമായിരിക്കും അല്ലേ? അതുകൊണ്ട് വിശപ്പ് നിയന്ത്രിക്കാൻ പറ്റി. അപ്പം അങ്ങനെ അപ്പോൾ ഈ നമുക്ക് ഇവിടെ എത്തിയിട്ട് അല്ലേ അതെ, ഇടയ്ക്കും ഇടയ്ക്കും അവിടെ എത്തിയിട്ടൊക്കെ കാണാം. ഫ്ലൈറ്റ് ക്ലീൻ ചെയ്യണ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇടയിൽ കാണാം. എന്നിരുന്ന് മടുത്തു കിട്ടോ. 4:50 ആയുള്ളൂ അല്ലേ? ഇനിയുണ്ട് കുറച്ച് സമയം കൂടി. അതിനിടയ്ക്ക് ചെറുതായിട്ട് ഉറങ്ങി. ഒന്ന് മയങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ വീണ്ടും ഒരു സാൻഡ്വിച്ചും ഒരു കോഫിയൊക്കെ കൊണ്ടു തന്നു. അപ്പം അതും കുടിച്ചു. സമയം കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ നമ്മളവിടെ ഗുവാഹട്ടിയിലെത്തും. ഒറ്റ ഇരിപ്പല്ലേ, അതുകൊണ്ട് അങ്ങ് മടുത്തു പോയി. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ മിക്കപ്പോഴും കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു അല്ലേ? ഇടയ്ക്ക് ഇറങ്ങിയിട്ട് കയറണമായിരുന്നു. ഇത്തവണ ഒറ്റ ഇതായതുകൊണ്ട് അപ്പം കാണാൻ ഇനി ഗുവാഹട്ടി എത്തിയിട്ടായിരിക്കും കാണാൻ അല്ലേ? ഗുവാഹട്ടിയിലെത്തില്ല. ഞങ്ങളങ്ങനെ അവസാനം മണിക്കൂറുകൾ യാത്രയ്ക്ക് ശേഷം ഇവിടെ എയർപോർട്ടിൽ എത്തിയില്ലേ? അതെ, ഇവിടെ ആസാമിലെ പുതിയ എയർപോർട്ടാണിത്. ടെർമിനൽ 2 പുതിയത് പണ്ടുള്ളതാണ്. അപ്പം അവിടെയാണ് നമ്മൾ എത്തിയുള്ളത്. ഇനി നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യണം. എന്നിട്ട് ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, അവിടെ കളക്ട് ചെയ്തിട്ട് പുറത്തിറങ്ങാം. ഇരുന്നിരുന്ന് മടുത്തു. അയ്യോ, എന്തോരം നേരം ഇരുന്നിരുന്ന് മടുത്ത്. 4 മണിക്കൂർ മുകളിലായില്ലേ? അതിൽ കൂടുതലായി. അതിൽ കൂടുതലായി. ബാഗ് കളക്ട് ചെയ്യാൻ ബാഗൊക്കെ കിട്ടി അല്ലേ? പെട്ടി കിട്ടി. നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോയല്ലോ, എന്നിട്ട് ക്യാബ് ബുക്ക് ചെയ്യാം അല്ലേ?
ലിഫ്റ്റിൽ വന്ന് കേറിയിട്ടോ സമ്മർ 88 അങ്ങനെയല്ലേ സമ്മർ 88 ഗുവാഹട്ടി. ഇതിന്റെ ലിഫ്റ്റ് കണ്ടോ കുറെ ലൈറ്റുകൾ അല്ലേ, റിഫ്ലക്ഷൻ പോലെ. അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മള് ഗുവാഹട്ടിയിൽ എടുത്ത റൂം. വലിയ കുഴപ്പമില്ല അല്ലേ? നല്ല ഡീസന്റ് റൂമാണ്. നല്ല അത്യാവശ്യം നല്ല റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പുതിയതായിട്ട് പണിത ഹോട്ടലാന്ന് തോന്നുന്നു. അതെ, അതുകൊണ്ട് നല്ല നീറ്റാ. അപ്പൊ ഫുഡ് കഴിക്കാൻ പോയാലോ? ഫുഡ് കഴിക്കാൻ പോവാം. നല്ല ഡ്രസ് വെക്കാനുള്ള വാർഡ്രോബും എല്ലാം ഉണ്ട്. ബാത്റൂമും നല്ല ക്ലീൻ അല്ല? ബാത്റൂമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള, നീറ്റ് ആൻഡ് ക്ലീനാ. അതായിരുന്നു ഏറ്റവും അത്യാവശ്യം എനിക്ക്. റൂമിൽ കയറിയിട്ട് എപ്പം തന്നെ ഇറങ്ങിയില്ലേ, പെട്ടെന്ന് കട എടുക്കും ഫുഡ് കഴിക്കണേ. അതുകൊണ്ട് അതെ, ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. പുറത്ത് കഴിക്കാൻ പോയിട്ട് നല്ല ഹോട്ടലൊന്നും കണ്ടില്ല. അതുകൊണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോകുന്നു. അതെ, ഞങ്ങൾ പുറത്തൊന്ന് നടക്കുകയും ചെയ്യാം, ഹോട്ടൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാ. പക്ഷെ ചുറ്റും ഹോട്ടലുകളൊന്നും വേറെ ഇല്ല. അപ്പൊ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ചപ്പാത്തിയും പിന്നെ എന്താ ചില്ലി ചിക്കൻ അല്ലേ, ചില്ലി ഗ്രേവി. ചില്ലി ചിക്കൻ ഗ്രേവിയാണ് പറഞ്ഞത്. പിന്നെ സ്റ്റാർട്ടറായിട്ടൊരു ഡ്രിങ്ക് ഇതുപോലെ കിട്ടി. പിന്നെ സാബുദാന എന്ന് പറഞ്ഞൊരു ഡ്രൈഡ് ഫ്രൈ അതും കിട്ടി. നല്ല വിശപ്പൊക്കെ ഉണ്ട്. അപ്പൊ കഴിച്ചാലോ ചേട്ടാ? കഴിക്കാം, നല്ല വിശപ്പാ. പിന്നെ ടയർഡുമായി, ചെറു ടയർഡുമായി. ഞാൻ എടുത്തോളം കഴിച്ചു. കറിക്ക് നല്ല എരിവുണ്ടല്ലേ, ചാറ് നല്ല എരിവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നല്ലോണം ടയർഡൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇത് ഇവിടെ നിർത്തുകയാണ്. എന്നിട്ട് ബാക്കിത്തെ ഭാഗം നാളെ തൊട്ട് തുടങ്ങാം. അതെ അല്ലേ, യാത്ര കുറേ നേരം ചെയ്താലേ ടയർഡായി. ഇനി കഴിച്ചു കഴിഞ്ഞാൽ റൂമിൽ പോയി ഫ്രഷായി അങ്ങനെ കിടന്നുറങ്ങുക. അതെ, രാവിലെ നമ്മൾ വീണ്ടും തുടങ്ങാം. അതെ, ഇതിൻ്റെ തുടർ ഭാഗമായിട്ട് തന്നെ. ശരി. ഗുവാഹട്ടിയിൽ നിന്ന് ഞങ്ങള് പിറ്റേ ദിവസം തേസ്പൂര് വന്നിരിക്കുകയാണ്. തേസ്പൂരാണ് ഞങ്ങൾക്ക് മെയിനായിട്ടും വരേണ്ട ആവശ്യമുള്ള സ്ഥലം. അപ്പോൾ തേസ്പൂര് വന്ന് ഇപ്പോൾ കുറച്ച് നേരം നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ തേസ്പൂരുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങള് മഹാഭൈരവ് ക്ഷേത്രത്തിലേക്കാണ് പോണത് അല്ലേ. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് 3-4 വർഷം മുന്നേ അല്ലേ നമ്മൾ വന്നപ്പോ അവിടെ പോയിട്ടുണ്ട്. അന്ന് അതൊരു നല്ല സ്ഥലമാണ്. അതെ, അപ്പൊ നമ്മള് മഹാഭൈരവ് ടെമ്പിളിലേക്കാണ് ആദ്യം പോണത്. അപ്പൊ നമുക്ക് കാണാം. അതെ, അതിനുശേഷം നമ്മൾ വേറെ തൊട്ടടുത്ത സ്ഥലം പോകണ്ട. ഒത്തിരി ട്രാവലിംഗ് ഒന്നും ഇല്ല അല്ലേ. അതെ, അപ്പൊ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങള് നമുക്ക് കാണാം. ഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ അതിരാവിലെ അല്ല, ഇവിടെ 8 മണി ആയാലൊന്നും കടകളൊന്നും തുറക്കില്ല. ഒരു 10 മണി ആവണമെന്ന് തോന്നുന്നു അല്ലേ, ഷോപ്പുകളൊക്കെ 10 മണിയൊക്കെ ആവുമ്പോഴേ തുറക്കുള്ളൂ. അപ്പൊ പിന്നെ റോഡൊക്കെ നിറച്ച ആൾക്കാരാവും. ഈ 8 മണി സമയത്തൊക്കെ തീരെ ആൾക്കാര് ഇല്ല, കുറവാ. കടകളും തുറന്നിട്ടില്ല. ഒന്നും തുറന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ഒന്നും തുറന്നിട്ടില്ല. പക്ഷെ ഉച്ചയായി കഴിയുമ്പോ ഇവിടെ നടക്കാൻ പോലും പറ്റാത്ത അത്ര തിരക്കായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കങ്ങനെ നടക്കാം. നമ്മള് ആ സൈക്കിൾ റിക്ഷ പോലത്തെ ഇല്ല, അതിലൊന്ന് കയറാൻ ആഗ്രഹമുണ്ട്. പക്ഷെ രാവിലെ ആയതുകൊണ്ട് പറ്റുമോന്ന് അറിയത്തില്ല അല്ലേ. നോക്കാം. നിങ്ങളങ്ങനെ ആ സൈക്കിൾ റിക്ഷ പോലെയുള്ള ഇത് കയറിയിട്ടോ? അതെ, സൈക്കിൾ റിക്ഷയിൽ കയറിയിരിക്കുകയാണ്. ഇങ്ങനെ ഇറുകി പിടിച്ച രണ്ടാളും ഇരിക്കണത്. ഒരു രസമുണ്ട്. നമ്മളെ ഇവിടെ വരുമ്പോഴല്ലേ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ഇതാണ് ഇപ്പൊ പുതിയ ഓട്ടോ പോലെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെയൊക്കെ വരുന്ന കാലത്ത് മൊത്തം ഇവരാണ്. എന്നിട്ട് നല്ല ഭാരമുള്ള ആൾക്കാർ കയറിയാലും ഇവരിങ്ങനെ ചവിട്ടി ദൂരത്തേക്ക് കൊണ്ടുപോകും. മല പോലത്തെ സ്ഥലങ്ങളും അവിടേക്കും ഇവിടേക്കൊക്കെ ഇവരിങ്ങനെ ചവിട്ടി കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ്. ഇപ്പോൾ അത് നിന്നു, ഇപ്പോൾ കുറച്ച് ആൾക്കാരത് ചെയ്യണമല്ലോ. മറ്റേ ഓട്ടോ, പുതിയ തരത്തിലുള്ള ഓട്ടോ ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്നും കണ്ടപ്പോ ഇതൊന്ന് കയറുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ, ഇരിക്കാൻ തന്നെ കഷ്ടിയാ. ഇത് പയ്യെ പോവില്ലേ, അതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും അവിടെ എത്തണ്ടല്ലേ. അത് സാരമില്ല, അത് രസമുണ്ട്.
അപ്പൊ നമുക്ക് അമ്പലത്തിലെത്തിയിട്ട് കാണാം. താലിയൊക്കെ മേടിച്ചോണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അകത്ത് കയറിയത്. അപ്പോൾ അവർ കുറേ പൂജാ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അകത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് നമുക്ക് തരും. എന്നിട്ട് പുറത്തുകൂടെ ദിയ കത്തിക്കണം. അതൊക്കെ കഴിഞ്ഞു അല്ലേ? അതെ, നമ്മളതൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഉള്ളില് പൂജാരി ഇതൊക്കെ നമ്മൾ കൊടുത്ത സാധനങ്ങളൊക്കെ പൂജ ചെയ്തിട്ട് നമുക്ക് പുഷ്പവും ഇതൊക്കെ തന്നു, ചന്ദനമൊക്കെ തൊടിച്ച് തന്നു. പിന്നെ അകത്ത് വലിയൊരു ശിവലിംഗം ഉണ്ട്. അത് പക്ഷെ നമ്മൾ അകത്ത് വെച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് എടുത്തില്ല. അതിങ്ങനെ അതെ, ഇത് മെയിനായിട്ടും ശിവന്റെ അമ്പലമാണ്. ഈ ശിവലിംഗം ഓരോ വർഷം കഴിയും തോറും അതിന്റെ വലിപ്പം കൂടുമെന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ മെയിനായിട്ടും ഇവിടെ ശിവരാത്രിയുടെ സമയത്താണ് വലിയ രീതിയിലുള്ള ആഘോഷമൊക്കെ. അതെ, അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്, ഇനി ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. മഹാഭൈരവ് ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ അല്ലേ? അതെ, നമ്മൾ ഇറങ്ങുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. ആസാമിൽ വരുമ്പോൾ ഇവിടെ മഹാഭൈരവ് ടെമ്പിളിൽ നമ്മൾ കുറേ പ്രാവശ്യമില്ല, കുറേ തവണയായി വരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം ഇവിടെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി അമ്പലത്തിന് നേരെ ഇറങ്ങിയിട്ട് ഇനി ചായ കുടിക്കാനായിട്ടാ പോണേ. അപ്പോൾ ഇവിടുന്ന് നല്ല ഹോട്ടൽ ഇവിടെ അടുത്തൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു റിക്ഷ വിളിച്ചു. ഇവിടുത്തെ ഒരു റിക്ഷ വേറെ രീതിയല്ലേ ടിക്ക്? അതെ, നമ്മൾ നേരത്തെ ഇരുന്നത് വളരെ പ്രാചീനമായിട്ട് ഇവിടെ ഉള്ളതാണ്. വളരെ പണ്ട് മുതൽക്കേ ഉള്ളതെല്ലാം നേരത്തെ ഇരുന്നത്. ഇതിപ്പോൾ പുതിയ കാലത്തെ ഓട്ടോ ആണ്. കുറേ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇതിന്റെ എന്തോ പേര് പറയാം, ഞാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇന്ത്യ അകത്ത് അല്ലേ? അതെ, ഇപ്പൊ കണ്ടമാനം ഓട്ടോറിക്ഷ ഇവിടെ, അത് ആസാം ഗവൺമെന്റ് തന്നെ അത് ചെയ്തു കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് രസമുണ്ട് അല്ലേ? നമ്മുടെ അവിടുത്തെ ഓട്ടോ പോലെയല്ല, നല്ല നല്ല രസമുണ്ട്. അപ്പം അങ്ങനെ, അപ്പം നമ്മളിത് ചായ കുടിക്കാൻ പോവാം. വിശക്കുന്നുണ്ട്. അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴേക്കും സമയമായി 9 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ചായ കുടിക്കുമ്പോൾ കാണാം. ചായ കുടിക്കാൻ ഒരു കടയിൽ കയറി. അപ്പം വന്നപ്പോഴാണ് പറഞ്ഞത് നമ്മൾ പണ്ട് കയറിയിട്ടുള്ള കടയാന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയതല്ലേ? നമ്മൾ മുമ്പ് കയറിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പൂരിയും കറി എന്താ ബജിയല്ലേ? ബജിയാണ്, പൂരിയും ബജിയാണ് കഴിക്കുന്നത്. അത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ നമ്മൾ കഴിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ പൂരി എന്ന് പറയുന്നത് കുറേ ചെറിയ പൂരി, അത് കുറേ എണ്ണം ഉണ്ട്. ഒരാൾക്ക് 5 എണ്ണം ഒരു പ്ലേറ്റിലുള്ളത്, ഒരു സെറ്റ്. പിന്നെ അതിൻ്റെ കൂടെ എന്തോ ചമ്മന്തി തന്നിട്ടുണ്ടോ അല്ലേ? കഴിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ പൂരിയാണ്. അതെ, ഗ്രീൻ പീസും പിന്നെ ഈ പൊട്ടറ്റോ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു സബ്ജിയാണ്. നമ്മുടെ ഗ്രീൻ പീസ് കറി പോലെ തന്നെ. നമുക്ക് കഴിച്ചാൽ കഴിക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതാണോ കഴിച്ചാൽ മതിയാവില്ല. ഞങ്ങളിനി ഗണേഷ് ഘട്ടിൽ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ അടുത്താണ് ഗണേഷ് ഘട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ അവിടെ പോയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്, ബ്രഹ്മപുത്രയുടെ അടുത്ത്. അതാണ് അതിന്റെ പ്രത്യേകത. അതെ, അപ്പൊ അവിടെ കുറച്ചു നേരം പോയിരിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ, നമുക്ക് ഓട്ടോ വിളിച്ച് പോവാം അല്ലേ? ഓട്ടോ വിളിച്ചു, ഇവിടെ അടുത്താണ്, എന്നാലും നമുക്ക് ഓട്ടോ വിളിച്ച് പോവാം. ഇച്ചിരി നടക്കണം. നമ്മളങ്ങനെ ഗണേഷ് ഘട്ട് ടെമ്പിളിന്റെ ഇവിടെ എത്തിയിട്ടാ. അതെ, ഗണേഷ് ഘട്ടിലെത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് കാണാം കാഴ്ചകൾ. അതെ, വായോ.
ഘട്ടിൽ വന്നു. ഗണേഷ് ഘട്ട് എന്ന് പറയുന്നത് ഗണപതിയുടെ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിനോട് തൊട്ടുചേർന്ന് തന്നെയാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി അല്ലേ? അതെ, ബ്രഹ്മപുത്ര. നമ്മൾ ബ്രഹ്മപുത്രയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് അതിൻ്റെ വളരെ അടുത്ത് വെച്ചൊന്ന് നിൽക്കാൻ പറ്റി. ഇപ്പോൾ ഫ്ലഡൊക്കെ നടന്ന കാരണം കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ വെള്ളം കുറവായിരുന്നു. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഇപ്പം താഴത്തേക്ക് എന്നാലും ഇതേ വെള്ളം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല രസമുണ്ട് അതിങ്ങനെ ഒഴുകണ കണ്ടില്ലേ? അതിലൊക്കെ ഇങ്ങനെ ഒഴുകി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്, പ്ലേസ് ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അമ്പലത്തിന്റെ ഈ ബ്രഹ്മപുത്ര നദിയോട് തൊട്ടുചേർന്നതാണ്. നൈറ്റിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിരിക്കാറുണ്ട് കുറേ നേരം. വന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരുന്നു. നല്ല നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ബ്രഹ്മപുത്ര അല്ലേ? ആസാമിന്റെ വലിയൊരു മുഖചിത്രമാണ് ബ്രഹ്മപുത്ര റിവർ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. പിന്നെ കുറെ പ്രാവുകളൊക്കെ ഇതേ ഇരിക്കുന്നു. അങ്ങനെ നല്ല രസമുള്ള ഭാഗമാണ്. അപ്പൊ ഞങ്ങള് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യട്ടെ. നേരം ഇങ്ങനെ ബ്രഹ്മപുത്ര നദിയിലെ നോക്കിയിരുന്ന് ആസ്വദിച്ചു. എന്നിട്ട് ഇവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങ് വരുമ്പോൾ. അപ്പം അവിടെ വന്നിരിക്കുകയാണ്. അതെ, ഒരു ചെറിയൊരു പാറയുടെ ഇതിൻ്റെ മുകളിലിരിക്കുകയാണ് രണ്ടാളും. അപ്പോൾ ഈ ബ്രഹ്മപുത്ര നദി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് കുറേ മെമ്മറീസൊക്കെ വരിക. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ ഇവിടെയായിരുന്നു. വളരെ കുട്ടി ആയിരിക്കുമ്പോൾ ഒരു 5-6 വയസ്സുള്ളപ്പോൾ അച്ഛനെ കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട്. അന്നത്തെ കാലമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് ദാരിദ്ര്യം ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ 5-6 വയസ്സിൽ തന്നെ അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ഹോട്ടലിലെ ജോലിയൊക്കെ ചെയ്ത്. അങ്ങനെയൊക്കെയാണ് പിന്നെ അച്ഛൻ അങ്ങനെ കയറി വന്നത്. ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനായി മാറിയത് വളരെ അടിത്തട്ടിൽ നിന്നാണ് പുള്ളിക്കാരൻ വന്നത്. അപ്പോൾ ഈ ആസാമിലായിരുന്നു വന്ന് 5-6 വയസ്സുള്ളപ്പോൾ ഹോട്ടലിലൊക്കെ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകി കൈയൊക്കെ ആകെ പൊട്ടിയ കഥയൊക്കെ എപ്പോഴും പറയുമായിരുന്നു എന്നോട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഈ ബ്രഹ്മപുത്ര റിവർ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതൊക്കെ ഇരുന്ന് ആലോചിക്കുക, അച്ഛനാ പറഞ്ഞതും. അത് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ കണ്ണിങ്ങനെ നിറയണമൊക്കെ കാണാം. സ്കൂളിലൊന്നും പഠിക്കാൻ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങളും അന്നത്തെ ആ ഒരു ദാരിദ്ര്യവും. 2 സിസ്റ്റേഴ്സായിരുന്നു അച്ഛന്. അപ്പോൾ അവരെയൊക്കെ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ആ പ്രായത്തിൽ തന്നെ അനുഭവിച്ചതും ഒക്കെ ഒരുപാട് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുക. അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അച്ഛൻ ഒരുപാട് വർഷങ്ങൾ ചെറുപ്പത്തിലിവിടെ ഉണ്ടായിരുന്നു ആസാമിൽ. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെങ്ങനെ അച്ഛൻ മരിച്ച മാസം കൂടിയാണ് ഓഗസ്റ്റ്. 2008 ഓഗസ്റ്റിലായിരുന്നു അച്ഛൻ മരിച്ചത്. അപ്പോൾ അതേ ഓഗസ്റ്റ് മന്താണ് ഇപ്പോൾ ഉള്ളത്. അതെ, അതേ മാസത്തിലാണ് വന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അങ്ങനെ സോനു, അപ്പൊ അച്ഛൻ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് അല്ലേ? 3ാമത്തെ പ്രാവശ്യമില്ലേ നമ്മൾ ഒരുമിച്ച് വരുന്നത്? അതെ, 3ാമത്തെ പ്രാവശ്യം. ഇവിടെ ഒന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. എന്ന് വരുമ്പോഴും സെയിം തന്നെ അല്ലേ? അതെ, അല്ല മാറ്റങ്ങളുണ്ട്. ഓരോ പ്രാവശ്യം കഴിഞ്ഞ് വരുമ്പോഴും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പണ്ട് ആസാം വരുമ്പോ തീർത്തും എന്താ പറയാ, ഭൂരിഭാഗം ആൾക്കാരും വളരെ ദാരിദ്ര്യം ഉള്ള ഇതായിരുന്നു. കർഷകരായിരുന്നു. നല്ല ഹോട്ടലുകളോ അല്ലെങ്കിൽ നല്ല ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പല സ്ഥലങ്ങളിലും നല്ല വലിയ ഹോട്ടലുകളും വലിയ ഇതൊക്കെ. എന്നാലും ഷോപ്പിംഗ് മാളുകളൊന്നുമില്ല. നമ്മുടെ കൊച്ചി പോലെ അങ്ങനത്തെ ഒന്നും ഇല്ല. അത്രയും ഡെവലപ്ഡ് ആയില്ല. എന്നാലും കുറേശ്ശെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം. നമ്മള് കൊറേ പ്രാവശ്യം ആസാമിൽ വരുന്നു. നമ്മളെ ആസാമങ്ങ് വിടണില്ല. ഇനി വരേണ്ടി വരും. അതെ, നമ്മള് അങ്ങനെ സന്തോഷാണ് ഇവിടെ വരുമ്പോ. ഇനിയിപ്പോ നമ്മള് ഒരു ദിവസം കൂടിയേ ഉള്ളൂ ഇവിടെ. അതെ, ഇവിടെ വന്നു കഴിയുമ്പോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൾക്കാരും ഇവിടുത്തെ സംസ്കാരവും എല്ലാം ഭക്ഷണവും എല്ലാം വ്യത്യസ്തമല്ലേ? അതെ, എല്ലാം മൊത്തം ഭാഷയും. അതെ, ഭാഷയും സംസാരവും വസ്ത്രധാരണ രീതിയും ഭക്ഷണ രീതിയും ഒക്കെ വ്യത്യാസമാണ്. നമ്മള് ഭയങ്കര എന്നാലും രസം. എല്ലാവരും മനുഷ്യരാണല്ലോ. അപ്പോൾ ഏത് രാജ്യത്ത് വന്നാലും നമ്മൾ ചിലപ്പോൾ ഭാഷ അറിയില്ലെങ്കിൽ ആംഗ്യത്തിൽ കാണിച്ചാൽ പോലും ചില ആൾക്കാർക്ക് അതൊരു അവർ മനസ്സിലാക്കലും അല്ലേ? പിന്നെ ഹിന്ദി അത് അറിയണോണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ? അതെ, എന്നാലും ചില ആൾക്കാരെ നമ്മളിന്ന് രാവിലെ കണ്ടില്ലേ, അപ്പൊ ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ നമ്മള് പക്ഷെ
നമ്മള് മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ അതിൽ ആ സ്നേഹവും അതിലാ മനസ്സിലാക്കലും ഉണ്ട്. അവർക്ക് മനസ്സിലായി നമ്മൾ ഇവിടെ നിന്നുള്ളവരല്ലെന്ന്, പക്ഷെ അവർ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് പെരുമാറി നമ്മളോട്. അങ്ങനെ അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് ഇവിടുന്ന് ഇനി പോവാം അല്ലെ? കുറച്ചു നേരം കൂടി ഇരിക്കാം ഇവിടെ. ഗണേഷ് ഘട്ടിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് വേറെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? ബാമുനി ഹിൽസ്. ബാമുനി ഹിൽസ് തൊട്ടടുത്ത് തന്നെ. അപ്പൊ അങ്ങോട്ട് ഒന്ന് പോയിട്ട് തിരിച്ചു പോകാന്ന് ഓർത്താ. കാണാം, നമുക്ക് അവിടെ ചെന്നിട്ടും കാണാം. ഇത് നമ്മൾ ബാമുനി ഹിൽസിൽ വന്നിരിക്കുകയാണ്. ഇത് 9th 10th സെഞ്ച്വറി സമയത്ത് ആർക്കിയോളജിക്കൽ സൈറ്റ് എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അത് അന്നത്തെ കാലത്ത്, അതായത് AD 9 അല്ലെങ്കിൽ 10 നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടവും ഈ കല്ലുകളിൽ ഉള്ള സ്തൂപങ്ങളൊക്കെ ഇല്ലേ, കുത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള കുറെ ഈ കല്ല് കാണാം, ഓരോ രൂപങ്ങള് കണ്ടില്ലേ? പ്രാചീന കാലത്ത് അങ്ങനത്തെ കുറേ ഉണ്ട് ഇവിടെ. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ, അല്ലാതെ പ്രത്യേകിച്ച് കാണാനോ ഒന്നുമില്ല അല്ലേ? അതെ, ഇവിടെ ഇതങ്ങനെ ഫീസ് ഒന്നുമില്ല, ചുമ്മാ കയറി വരില്ല. കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉയരത്തിലുമാണ്. അതെ, കുറച്ച് ഉയരത്തിലിങ്ങനെ. അതെ, ഇവിടെ കല്ലിലുള്ള ആ രൂപങ്ങളൊക്കെയാണ്, അതായത് നശിച്ചു പോയേക്കുവാണ് എല്ലാം. അതൊക്കെ കാണാൻ ഒരു രസം, അത്രേ ഉള്ളൂ. നമ്മളെ അമ്പലത്തിലെ ഓരോ രൂപങ്ങളൊക്കെ പോലെ ഇല്ലേ, അതുപോലെ ഉള്ള ഒരു. അത് ബ്രഹ്മപുത്രയുടെ അവിടെ തന്നെയാണ്. അത് ബ്രഹ്മപുത്ര നമ്മുടെ ബാക്കിലാ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന്. നേരമൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. കുറച്ച് മുകളിലായ കാരണേ ഫുള്ള് പച്ചപ്പും കല്ലുകളും. അതെ, എന്നാലും ഇവിടെ വരുമ്പോ ഒരു രസമുണ്ട്. ഈ ഫുള്ള് നോക്കുമ്പോ കല്ലേ കുത്തിയ ഓരോ രൂപങ്ങളായിരുന്നു ചുറ്റും നമ്മുടെ, കണ്ടില്ലേ? അതെ, കല്ല് അത് എന്താല്ലേ വലിച്ചെറിഞ്ഞ പോലെയൊക്കെ കിടക്കണത്. പക്ഷെ എല്ലാം എന്ത് ഭംഗിയാ. ഇത് എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഇത് ചെയ്ത ആൾക്കാരൊക്കെ. ഈ രൂപങ്ങളൊക്കെ കണ്ടില്ലേ? ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നമ്മൾ മുഴുവൻ ചുറ്റി കറങ്ങി കണ്ടു. വളരെ പച്ചപ്പും വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ബ്രഹ്മപുത്രയുടെ തീരത്ത്. അപ്പൊ ബാമുനി ഹിൽസ് നമ്മൾ കണ്ടില്ലേ? കണ്ടില്ലേ? നിങ്ങളെല്ലാരും കണ്ടില്ലേ? അതെ, നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ആരും എടുത്തു തരാനില്ല, എന്നാലും നമ്മൾ ട്രൈപോഡ് വെച്ച് പറ്റുന്ന രീതിയിൽ റീൽസും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. അതെ, ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ എങ്ങും പോകണില്ലല്ലോ. ഇല്ല, ഇനിയിപ്പോ നമുക്ക് ഇനി വേറെ കുറച്ച് വർക്ക്സ് ഉണ്ട് നമ്മളിവിടെ വന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയുള്ളൂ. അപ്പൊ ശരി, അപ്പൊ ഇനി നമുക്ക് അതിന്റെ മുമ്പ് കാണാം. പോണതിന് മുമ്പ് ഇനി കാണാം. ഇനി കുറച്ച് ഇവിടെ വന്നതിന്റെ കുറച്ച് ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലോട്ട് പോട്ടെ ഞങ്ങള് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാശ്മീരി പുലാവും കടായി ചിക്കനുമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എത്തിയിട്ടുണ്ട്. കുറേ ടൈം എടുത്തു കേട്ടോ ഉണ്ടാക്കാൻ. നമ്മളിവിടെ 3/4 മണിക്കൂർ കൂടുതലായിരുന്നു തോന്നുന്നില്ലേ, പറയുമ്പോൾ അവർ പ്രിപ്പയർ ചെയ്യാത്തതാണ് കൂടുതലും. അതെ, അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ? കഴിച്ചു തുടങ്ങാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാലഡൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് തക്കാളിയല്ല, സവോള, പിന്നെ മുളക്, ചെറുനാരങ്ങയും തരും. നമ്മുടെ ഇവിടെ കിട്ടുന്ന ചെറുനാരങ്ങ അല്ല കേട്ടോ, ഇത് വലിയ ടൈപ്പ് നാരങ്ങ. പിന്നെ നൂഡിൽസ് നമുക്ക് കഴിച്ചപ്പോൾ വേറെ ഒരു സാധനം തന്നു. നമ്മുടെ ചെറിയുള്ളി ഈ ബീട്രൂട്ടും വിനാഗിരിയും കൂടെ ഇട്ട ലായനിയിൽ മുക്കി, അത് നല്ല ടേസ്റ്റായിരുന്നു. നികേഷേട്ടൻ ഇവിടെ നല്ല വിശപ്പായിട്ടുണ്ട്, അതുകൊണ്ട് കഴിക്കാൻ തുടങ്ങുന്നത്. 3/4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യും. അപ്പം നമുക്ക് കഴിക്കാൻ.
കാശ്മീരി പുലാവ് നമ്മൾ ആദ്യമായിട്ടല്ലേ കഴിക്കണേ? ഇതുവരെ കഴിച്ചിട്ടില്ല. എപ്പോഴോ കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴോ പണ്ട് അല്ലേ? കുറെ മുമ്പ് കഴിച്ചിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട്, അണ്ടിപ്പരിപ്പ്, പൈനാപ്പിളിന്റെ കഷ്ണം ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് കടായി ചിക്കനും കാശ്മീരി പുലാവും കൂടെ കഴിക്കട്ടെ. ആദ്യം കാശ്മീരി പുലാവ് ഓർഡർ ചെയ്തപ്പോൾ അവര് ചോദിച്ചു ഇതിൻ്റെ കൂടെ ഏതാ കോമ്പിനേഷൻ. അപ്പം ആള് തന്നെയാണ് പറഞ്ഞത് കടായി ചിക്കൻ, അങ്ങനെ വേറെ 2-3 ഐറ്റം. അപ്പം ഇത് പോർത്തേന്ന് പറഞ്ഞു. ഇന്നലെ ഇവിടുത്തെ ആസാം ലോക്കൽ ഫിഷൊക്കെ കഴിച്ചായിരുന്നു. ശരിയാ, എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി അല്ലേ? ഇവിടുത്തെ ലോക്കൽ ഫിഷ് കൊണ്ട് ഒരു കറി വെച്ചു. ലോക്കൽ ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ഫിഷ് തന്നെ, രുചിയൊക്കെ സെയിം ആയിട്ട് തന്നെ തോന്നിയത്. നമ്മുടെ നാട്ടിലായില്ല കഴിച്ച പോലെ എനിക്ക് തോന്നി. അതെ, എന്നാ എനിക്ക് വേറെ എന്താ ടേസ്റ്റ് ആട്ടോ, കാളാഞ്ചിയുടെ ഒക്കെ ഒരു ടൈപ്പ് എനിക്ക് തോന്നി. നാട്ടില് കഴിക്കണ ആ ഫിഷിന്റെ രുചി തന്നെയാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോ ഞങ്ങള് ടൗണില് നടക്കാറിങ്ങിയിരിക്കുകയാണ്. മാർക്കറ്റിലൊക്കെ ഒന്ന് പോവാന്ന് പറഞ്ഞ് രണ്ടാളും തേസ്പൂർ ടൗണില് ഇറങ്ങി നടക്കുകയാണ്. അതെ, നല്ല തിരക്കുള്ള സ്ഥലമാട്ടോ ഇത് ഇവിടുത്തെ അല്ലേ? അതെ, നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ കുറേ കടകളും ചെറിയ ചെറിയ കടകളാണ്, കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് സൈഡിലേക്ക് നടക്കുകയാണ്. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അതെ, നല്ല തിരക്കാണ്, നോക്കിയിടുന്നു. ഇവിടെ റോഡ് സൈഡിൽ കൂടെ മൊത്തം ഇങ്ങനെ ചെറിയ വഴിയോര കച്ചവടം ആട്ടോ. അപ്പം ഞങ്ങൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് പോവായിരുന്നു. അതെ, പല സാധനങ്ങളും വിലക്കുറവൊക്കെ ഉണ്ട്, പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കേട്ടോ. ഇവിടെ ഉള്ളവർ മേടിക്കും, പക്ഷെ നമുക്കൊന്നും പറ്റുന്നതല്ല അല്ലേ? അതെ, ക്വാളിറ്റി കുറവായിട്ട് തോന്നി. വില കുറവുണ്ട്, നല്ല നമ്മുടെ നാടിനെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര വില കുറവാണ് സാധനങ്ങൾക്ക്. പക്ഷെ ക്വാളിറ്റിയും കുറവാണ്. നമുക്ക് നോക്കാം, നമുക്ക് ആസാം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ മേടിച്ചു പോവാം. നാളെ പോകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആസാം ടീയോ ഒക്കെ കിട്ടുമോ നോക്കാം. നോക്കി അടക്കണം, ഇവരെപ്പോഴാ മുറുക്കാൻ ഇങ്ങനെ തുപ്പണെന്ന് പറയാൻ പറ്റിയല്ല, അതുകൊണ്ട് ശരിക്കും നോക്കി എടുക്കണം. നല്ല വണ്ടി ഇഷ്ടം പോലെ പോകുന്നുണ്ട്, നല്ല തിരക്കുള്ള സ്ഥലം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി. ഞാൻ ഗീ റോസ്റ്റും കോഫിയും പറഞ്ഞു. സോനു കോഫി ഗീ റോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് ന്യൂസ് അങ്ങനെ എന്താ പറഞ്ഞ, അത് മേടിച്ചു. അല്ലേ, ഗീ റോസ്റ്റ് ഒന്നും വേണ്ട അല്ലേ? വേണ്ട, ഗീ റോസ്റ്റ് കഴിക്കാൻ തോന്നില്ല. ഇനി നമ്മളെ നാട്ടിലെത്തുമ്പോൾ കഴിക്കാം, നമ്മുടെ അടുത്ത കഴിക്കാം. ഞങ്ങൾ വരുന്ന വഴിക്ക് ആസാം ടീ മേടിച്ചു. 2 പാക്കറ്റ് മേടിച്ചു. 2 പാക്കറ്റ് ആസാം ചായപ്പൊടി, ആസാം ടീ. അറിയത്തില്ല, എങ്ങനെയുണ്ട്. വഴിക്ക് കണ്ടപ്പോ അങ്ങ് വാങ്ങിച്ചതാ. ഇത് കഴിച്ചു തുടങ്ങിക്കോ. ചോക്ലേറ്റ് വിളിക്കുന്നുണ്ട്. നികേഷ് ചേട്ടൻ്റെ ഇത് ഓർഡർ ചെയ്തിട്ട് വന്നില്ല. നമ്മുടെ കോഫി ഇവിടെ എത്തിയിട്ടുണ്ട് 2 പേർക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോക്ലേറ്റ് മ്യൂസ് പറഞ്ഞ് കഴിക്കുക. എന്താ തണുപ്പാട്ടോ, വേണം ഇച്ചിരി വല്ല വേണം ടേസ്റ്റ്. എന്റെ ഗീ റോസ്റ്റ് വരട്ടെ, എനിക്കതാ വേണ്ടത്. ഇവിടങ്ങളിൽ പിന്നെ റോഡ് സൈഡിൽ ഏത് ഷോപ്പിന്റെ ഇവിടെ വന്നാലും ഇങ്ങനെ കസേരയും ഒരു ഡെസ്ക് ഇട്ടേക്കൂട്ടെ, ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ മൊത്തം അല്ലേ? അതെ, ഇവിടെ കുറേ നമ്മുടെ കുറേ ചെറിയ ചെറിയ കടകളും. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തേസ്പൂർ സിറ്റി, ഈ സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ അവിടെയൊന്നും ഇങ്ങനെ കടകളൊക്കെ വളരെ കുറവാണ്. പക്കാ ഗ്രാമങ്ങളാണ്. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ അതിൽ
അപ്പോൾ വളരെ കടകളൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ് കുറേയൊക്കെ. അപ്പോൾ ഇവിടെയാണ് അവർ വരുമ്പോഴാണ് ഇവർ പർച്ചേസിങ്ങും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തേസ്പൂർ സിറ്റിയിൽ ഇപ്പോൾ കുറേ നല്ല കടകളൊക്കെ, വലിയ കടകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും തന്നെ ചെറിയ കടകളും കുറേ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു കടകൾ പുറത്ത് തന്നെ അവര് ഉണ്ടാക്കിയിട്ട് അല്ലേ, നമ്മൾ കണ്ടില്ലേ. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ, ചില സ്ഥലങ്ങളൊക്കെ നല്ലുണ്ട്. അവര് യൂസ് ചെയ്യുന്ന വെള്ളമൊക്കെ ചിലതൊക്കെ ഭയങ്കര നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം അങ്ങനെ ബ്രഹ്മപുത്രയിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ, പക്ഷെ ഇവിടുത്തുകാർക്ക് അത് ശീലം തോന്നുന്നുണ്ട്. നമുക്കൊക്കെ അത് കാണുമ്പോൾ അയ്യോ ഇതിലാണോ ഉണ്ടാക്കണതെന്നൊക്കെ തോന്നും, പക്ഷെ അവർക്കത് ശീലമായിരിക്കും. പിന്നെ കുഞ്ഞു കുഞ്ഞു കടകൾ അല്ലേ, മെഡിക്കൽ ഷോപ്പും അങ്ങനെ അങ്ങനെ കുറേ കൊച്ചു കൊച്ചു കടകളാണ് മൊത്തം. എന്തായാലും രസമല്ലേ ഇവിടെ. ഇപ്പൊ റെഡിയാവും, അപ്പൊ നമുക്ക് വന്നുമ്പോ കഴിച്ചു കൊടുക്കാം. ഞാനിത് കഴിച്ച് തീരാറായി. ഗീഷന്റെ പ്ലെയിൻ റോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, അപ്പൊ കഴിച്ചു തുടങ്ങി. അതെ, എന്റെ ഗീ റോസ്റ്റ് എത്തി, ഇപ്പൊ ഞാൻ കഴിക്കാൻ തുടങ്ങാണ്. എൻ്റെ ഇത് ഞാനിവിടെ കാലിയാക്കി, ഇനി കോഫി കുടിക്കണം. കഴിച്ചു. നമ്മുടെ ഇവിടുത്തെ പോലെ എങ്ങനെയാ രുചിയുണ്ട് ഇവിടുത്തെ പ്ലെയിൻ റോസ്റ്റിനൊക്കെ? രുചിയുണ്ട്, പക്ഷെ വേറെ ടേസ്റ്റാ അല്ലേ, സാമ്പാറും ചട്നിക്കൊക്കെ. എന്നാലും എണ്ണയൊക്കെ വളരെ കൂടുതലാണ്, നല്ലൊരു രസമുണ്ട്. ആ ഗീ റോസ്റ്റിന്റെ ഒരു മണം വരുന്നുണ്ട്, പക്ഷെ രുചി വ്യത്യാസമുണ്ട് അല്ലേ. അത് കുഴപ്പമില്ല, ഭയങ്കര രസം എന്ന് പറയാനില്ല. എന്നാലും ഇവിടെ ഈ ഗീ റോസ്റ്റ് കിട്ടുന്ന കടകളും വളരെ കുറവല്ലേ. അതെ, സൗത്ത് ഇന്ത്യൻ കുറവാണ്. സൗത്ത് ഇന്ത്യ. അപ്പൊ ഇവിടെ വന്ന് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇത് കഴിക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ ഇവിടങ്ങളിലെ ആൾക്കാർ ഇത് ഗീ റോസ്റ്റ് ഇവിടത്തേക്ക് കഴിക്കണ കാണാൻ ഇങ്ങനെയുള്ള കടയിൽ നിന്ന് അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു നമ്മുടെ ഫുഡ്. ഇത് വേണോ ഗീ റോസ്റ്റ്? വേണ്ട, കഴിച്ചോ. പഞ്ചസാര വേണ്ടല്ലോ. ഇച്ചിരി കുറച്ച് ഇങ്ങനെ നിർത്തിയായിരുന്നു, പക്ഷെ വീണ്ടും ഇവിടെ ട്രാവലൊക്കെ ചെയ്യുമ്പോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല. ഇവിടുത്തെ കോഫി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇഷ്ടമായില്ലേ? കോഫി ഇഷ്ടമായി. ഗീ റോസ്റ്റ് കഴിഞ്ഞു. ഓർണോടെ കഴിക്കുന്നുണ്ടോ? ഞാൻ ഓർണോടെ കഴിച്ചു. നല്ല നമുക്ക് വീണ്ടും മാർക്കറ്റിൽ അവിടെ നോക്കാം എന്തൊക്കെയുള്ളത്. ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടോ. ഇനി നമ്മളിവിടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിന്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോകുന്ന ഓർത്താ അല്ലേ? അതെ, അപ്പൊ അവിടെ തന്നെയാണ് നമ്മൾ വന്നത്, മാർക്കറ്റിൽ തന്നെ വന്നത്. ഇപ്പൊ വീണ്ടും നമ്മൾ ചായ കുടിച്ചതിന് ശേഷം അങ്ങോട്ട് വീണ്ടും ഒന്ന് പോവാന്ന് വിചാരിച്ചു. അതെ, അങ്ങനെ മാർക്കറ്റില് പോകുന്നതോടുകൂടി നമ്മുടെ കഴിയുമല്ലേ, നമ്മുടെ ആസാം യാത്രയുടെ അവസാനമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇപ്രാവശ്യത്തെ യാത്ര നമ്മുടെ തീരും. നാളെ നമ്മൾ പോവാണ് കൊച്ചിയിലോട്ട്, തിരിച്ച് നമ്മൾ പോവാണ് നാളെ. രാവിലെ നമുക്ക് ഗുവാഹട്ടി പോകണം, ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിയിലോട്ട്, രാത്രി കൊച്ചിയിലെത്തും. അപ്പൊ നമുക്ക് നടക്കാം, ഒന്നും കൂടി മാർക്കറ്റ് ഒന്ന് കറങ്ങാം. അങ്ങനെ നമ്മള് മാർക്കറ്റൊക്കെ ചുറ്റി കണ്ടു. അതെ, മാർക്കറ്റൊക്കെ തേസ്പൂർ ടൗണില് കുറെ നേരം നടന്നു, മാർക്കറ്റിന്റെ ഉള്ളിലൊക്കെ നടന്നു. ഭയങ്കര വ്യത്യാസമായിട്ടുള്ള കുറെ കാഴ്ചകളും അല്ലെ, നമ്മുടെ നാട്ടിലെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകള്. എല്ലാവരും മനുഷ്യര് തന്നെ, പക്ഷെ ഭാഷയും വസ്ത്രധാരണ രീതിയും ഭക്ഷണ രീതിയും ഒക്കെ വളരെ വ്യത്യാസം. അതെ, ഇവിടെ മാർക്കറ്റിൽ നമ്മുടെ ഇവിടെ കിട്ടാത്ത പല ടൈപ്പ് പച്ചക്കറികൾ അത് ഇതൊക്കെ ഞാൻ കണ്ടുവിട്ടു, എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ അല്ലേ. അതെ, അപ്പൊ നമ്മുടെ ആസാം യാത്ര ഇവിടെ തീരുകയാണ് അല്ലേ. നമുക്ക് ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ വൈകിട്ട് ഭക്ഷണം കഴിച്ച് കുളിച്ച് കിടക്കുകയാണ്. രാവിലെ നമ്മൾ നമുക്ക് പോണം. ഇവിടുന്ന് നല്ല ദൂരമുണ്ട് എയർപോർട്ടിലേക്ക്, ഗുവാഹട്ടിക്ക് 4 hours കൂടുതലുണ്ട്. അപ്പൊ നമ്മള് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ ഏർലി മോർണിംഗ്. അപ്പം അതിൽ കയറി ഗുവാഹട്ടിയിലെത്തി. അവിടുന്ന് ഫ്ലൈറ്റ് കയറി നമ്മൾ രാത്രി ആയിരിക്കും, കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. അപ്പോൾ രാത്രി എത്തും, രാത്രിയാവും നമ്മൾ എത്തുമ്പോൾ കൊച്ചിയിൽ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് നമ്മൾ ആസാം അല്ലേ യാത്രയും നമ്മുടെ വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ വ്ളോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വരാം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി ഓണത്തിന്റെ സമയമൊക്കെയാണ് വരാൻ പോണത്. അപ്പൊ എല്ലാവരും
അടിച്ചു പൊളിക്കുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് എഴുതുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.